ഹലോ, ഹായ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അൻഹാസ് അക്ബറാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ വരാൻ കാരണം ഇന്നലെ ഞാൻ ഒന്ന് രണ്ട് ന്യൂസിൻ്റെ വീഡിയോസ് കണ്ടു. അതപ്പോൾ എനക്കുറക്കം വന്നില്ല അത് ആലോചിച്ചിട്ട്. പക്ഷെ അപ്പം എനിക്ക് തോന്നി കുറച്ച് പേരെ പുറമേ ഉള്ളവരെ അറിയിക്കണം. കാരണം ആക്ച്വലി പഹൽഗാം അറ്റാക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. കുറേ പച്ചകള് ഇവിടേക്ക് വന്നിട്ട് കുറെ പേര് കൊലപ്പെടുത്തിയിട്ട് അവര് മുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അവരെ കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷെ എനിക്കൊരു സംശയം, അവരെന്തിനാണ് ഇവിടേക്ക് വന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന്. വേറൊന്നുമല്ല, ഒരു കുടുംബം പോലെ ജീവിക്കുന്ന നമ്മൾക്കിടയിലേക്ക് വന്നിട്ട് മുസ്ലിംസ് ഇവിടെ ഒട്ടും സെക്യൂർഡ് അല്ല, അല്ലെങ്കിൽ ഹിന്ദുസ് ഇവിടെ ഒട്ടും സെക്യൂർഡ് അല്ല, ക്രിസ്ത്യൻസ് സെക്യൂർഡ് അല്ല എന്ന രീതിയിൽ വന്നിട്ടാണ് അവര് നിരത്തി കാച്ചിയത്. അവരൊരു റീസൺ ഇട്ടു, മുസ്ലിം ആണെങ്കിൽ കൊല്ലില്ല, ബാക്കിയുള്ളവരാണെങ്കിൽ കൊല്ലും. അതിനർത്ഥം അപ്പൊ ബാക്കിയുള്ളവരെ അറിയിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഓക്കെ മുസ്ലിം അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. എടോ, ഇവിടെ എന്താ നമ്മളെ നാട്ടിലെ കുറച്ച് സംഭവങ്ങൾ. കാരണം മുസ്ലിങ്ങളെ ഇപ്പൊ ഒരു ഡോക്ടർ കൊൽക്കത്തയിൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ആള് പറയാണ് മുസ്ലിങ്ങളാണെങ്കിൽ ചികിത്സിക്കില്ല. കാരണം ആ ക്ലിനിക്കിലാണ് 8 മാസമായിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. എന്നിട്ട് പറയാണ് മുസ്ലിം ആണെങ്കിൽ ചെയ്യില്ല, എന്നിട്ട് തിരിച്ചു വിട്ടു. പിന്നെ വേറൊരു ഡോക്ടർ എഴുതി വെച്ചിരിക്കുകയാണ്, നായ്ക്കൾക്കും മുസ്ലിങ്ങൾക്കും അവിടെ പ്രവേശനമല്ല. 1 2 മൂന്നാമത്തെ എന്ന് പറയണെങ്കിൽ പുറമെയാണ്, നമ്മളെ കേരളത്തിലല്ല, മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല, അവര് മിണ്ടാൻ പാടില്ല. എടോ, എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ പച്ചകൾ മീൻസ് പാകിസ്ഥാനികൾ. കാരണം ഞങ്ങൾ ഗൾഫിലുള്ളവർ അവരെ ഒമര പേരിട്ട് വിളിച്ചിരുന്നാണ് പച്ചകള്. അവരും മുസ്ലിംസും തമ്മിൽ, അവരും മുസ്ലിമാണ് ഞങ്ങൾ മുസ്ലിമാണെന്നേ ഉള്ളൂ. പക്ഷെ ആഫ്റ്റർ ഓൾ അവര് പച്ചകളാണ്, പാകിസ്ഥാനികളാണ്. ഞങ്ങൾ മുസ്ലിംസ് ഇന്ത്യൻ മുസ്ലിംസ് ആണ്. അവര് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ അലമ്പൊപ്പിച്ച് പോയി, കുറച്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊന്നും ഞങ്ങൾക്കൊരു പങ്കില്ല. ബാക്കിയുള്ള മുസ്ലിംസും അവരുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. കാരണം ഇപ്പൊ ഒരു വീഡിയോയില് ഞാനത് പ്ലേ ചെയ്യാം. കാരണം എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ്. കാരണം 2 മിനിറ്റ് ഉണ്ട്, എല്ലാവരും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കാണണം. പക്ഷെ എന്താണ് സംഭവം എന്ന് നിങ്ങളൊന്ന് കാണണ്ടേ. ഞാനത് കാണിക്കാട്ടോ. എവിടെ? ഓക്കെ, കിട്ടി. രണ്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ. വൻ സീനുകളാണ്. കാരണം മുസ്ലിം കച്ചവടക്കാർ അവിടെയുള്ളവരെ കട അടിച്ചു തകർക്കുന്ന, പാകിസ്ഥാൻ മുർദാബാദ് വിളിക്കുന്ന. ഓക്കെ ഫൈൻ, വിളിച്ചോ, നമ്മൾ ഇന്ത്യക്കാരാണ്. അവര് ഈ പറഞ്ഞ പച്ചകളെ എന്ത് ചെയ്തു എന്നതിന് ഞങ്ങള് ദ്രോഹിച്ചിട്ട്, ഞങ്ങളെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരിലെ മുസ്ലിംസ് വേറെ, പാകിസ്ഥാനി പച്ചകള് വേറെ. വീഡിയോ കാണും, ബാക്കി മനസ്സിലാവും. ആഹാ, പോലീസുകാരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഇവര് കടടിച്ച് തകർക്കുമ്പോ. ആഹാ, കളറായിട്ടുണ്ടല്ലോ, മനോഹരമായിരിക്കുന്നു. കല്ലെടുത്ത് അടിച്ച് പൊളിക്കുന്നു. ഒരു സ്ത്രീയാണ് കേട്ടോ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഞാൻ വീഡിയോ കറക്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണിട്ടോ.
असलम की असलम 2 മിനിറ്റും 19 സെക്കൻഡുമാണ് വീഡിയോ. അതിൽ ആ ജനങ്ങൾക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം അവരെ മുന്നിൽ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലുന്ന കാണുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് ദേഷ്യം വരും എന്തായാലും. കാരണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ മുസ്ലിംസിനും പാക്കികൾ ഈ പന്നികളും തമ്മിൽ നമ്മൾ യാതൊരുവിധ ബന്ധവുമില്ല. ബാക്കിയുള്ളവരെങ്കിലും അത് മനസ്സിലാക്കണം. കാരണം ഗർഭിണിയായ സ്ത്രീക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു ഡോക്ടർ പോസ്റ്റർ വെച്ചിരിക്കുന്ന നായ്ക്കളും മുസ്ലിംസിനും എൻട്രി ഇല്ല. അതിനർത്ഥം അയാൾ നായ്ക്കളെ മുസ്ലിംസിനെ ഒരുപോലെ കാണുന്നത്. കാരണം ഇവർക്കൊക്കെ MBBS കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടല്ലേ ഏതൊരു ജീവനെ രക്ഷിക്കണമെന്നല്ലേ ഇവർ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ പറയുന്നു എന്താണെന്ന് വെച്ചാൽ മുസ്ലിമാണോ ചികിത്സിക്കില്ല, മുസ്ലിമാണോ കച്ചവടം ചെയ്യണ്ട, മുസ്ലിമാണോ ഇവിടെ ചികിത്സ അല്ല, നിങ്ങൾ ഗെറ്റ് ഔട്ട്. പിന്നെ വേറെ കാശ്മീരിലും അവിടെയൊക്കെ കാശ്മീർ സ്റ്റുഡൻസിന്റെ നേർക്കും അക്രമങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കാരണം ഇത് ആരുടെ പ്ലാൻ ആയിരിക്കും, ആരായാലും ജന്മത്ത് ഗുണം പിടിക്കൂല. കാരണം ആ പ്ലാനിൽ അവർ വിചാരിച്ച പോലെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു വലിയ കലാപം നടന്നു, ആ കലാപത്തിന് മുമ്പ് ഗുജറാത്തിൽ നടന്ന് ഏതാണ്ട് അതിനോട് സാമ്യത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം നടക്കുന്നതും നടക്കാൻ പോകുന്നതും. അതിൽ അവർ വിജയിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. ഞാൻ കുറച്ചൊന്ന് എല്ലാവരോടും ഒന്ന് പറയണം എന്ന് വെച്ചിട്ട് വന്ന 10 മിനിറ്റാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാവരും കണ്ടിട്ട്, കാരണം ഈ വീഡിയോയും പിന്നെ ഞാൻ കുറച്ച് പോസ്റ്ററുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ചികിത്സയില്ല, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അതൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എത്രത്തോളം വർക്കിംഗ് ആവും എന്ന് എനിക്കറിയില്ല, എത്ര പേര് കൺവിൻസ് ആവും ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇപ്പം നടന്ന സംഭവങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിലാണല്ലോ, നമ്മൾ ഇന്ത്യൻ ആർമി അവിടെ പണി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരോട് ഇവിടുന്ന് കടന്നു പോവാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം കിട്ടാഞ്ഞിട്ടായപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയാന്ന് തോന്നുന്നു പറഞ്ഞത്, വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്നു. നമ്മളെന്താ അവിടെ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണോ, എടുത്തിട്ട് പൊട്ടിച്ചുകളെ ഞങ്ങള്. അത് അങ്ങനെ തന്നെ. എന്താ കേസ് എന്ന് വെച്ചാല് നമ്മൾ ഇന്ത്യക്കാര് അറിഞ്ഞൊന്നും മുള്ളിയാലും മൂത്രമൊഴിച്ചാല് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് ഈ പാകിസ്ഥാന്. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ടു, കാരണം ഈ ന്യൂസിന്റെ അടിയിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആണവായുധം പ്രയോഗിച്ചോ, ഞങ്ങൾ തിരിച്ച് പ്രയോഗിക്കാം, നിങ്ങളുടെ ചാരം ഞങ്ങൾ തന്നെ അറബിക്കടലിൽ ഒഴുക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കേസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾ നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ ഒരേപോലെ ഇവിടെ ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം ആഘോഷിച്ച് ഒരുമിച്ച് നടത്തിരുന്ന ആൾക്കാരാണ്. അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ശക്തികൾ എന്നൊന്നും പറയാനില്ല, ഗൂഢത്തെണ്ടികൾ അവര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. അവർ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളെ കാശ്മീർ ഉണ്ടല്ലോ, അവിടെ നടന്ന പ്രശ്നത്തിൽ അവർ ഓൾമോസ്റ്റ് 80% അവർ വിജയിച്ചിട്ടുണ്ട്. നമ്മളെ ഇടയിൽ കുറച്ച് കലാപങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും. അല്ലാണ്ട് ഒരു ഡോക്ടർമാർ പറയില്ലല്ലോ ചികിത്സയില്ല, ഇറങ്ങിപ്പോ നായ്ക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല. ഇങ്ങനൊക്കെ നമ്മളെ ഒന്നില്ലെങ്കിലും നമ്മള് അവരെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരല്ല നമ്മള്. ഈ പച്ചകൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പോലും എങ്ങനെയോ പാസ്സായിട്ടുള്ള കുറെ തനി പക്കികള്. കാരണം ഇവരെ ദുബായിൽ ജോലി ചെയ്തവർക്ക് അറിയാം ഇവരെ സ്വഭാവം. ആരോഗ്യം മാത്രമുണ്ട്, ബുദ്ധിയില്ല, വിവരമില്ല. ഇത് മൂന്നും ഇല്ലാണ്ട് വെറുതെ ഇറങ്ങുക. അവിടെ ഒരുപാട് കൊലപാതകങ്ങളും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള പണിയും കിട്ടുന്നുണ്ട് അവിടെ. ഇതെന്താ കേസ് എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയണു, ഇപ്പൊ നടന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചില്ലേ, ഫോട്ടോസ് ഞാൻ ഒന്നുകൂടി കാണിക്കാട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കളറായിട്ടുണ്ടല്ലോ. ഡോഗ്സ് ആൻഡ് മുസ്ലിംസ് നോട്ട് അലൗഡ്, ഓൾ ഐസ് ഓൺ പഹൽഗാം. ഓക്കെ ഫൈൻ. അപ്പൊ ഈ MBBS പഠിച്ചൊരു ഡോക്ടറല്ലോ, പഹൽഗാം ഇസ്ലാമോഫോബിയ.
പടരുന്നു. നായ്ക്കളെ മുസ്ലിങ്ങളെ അനുവദിക്കില്ല എന്ന് ബംഗാളിലെ സർവകലാശാലയിൽ പോസ്റ്റർ. മുസ്ലിം സ്ത്രീയെ ചികിത്സിക്കില്ലെന്ന് ബംഗാളി ഡോക്ടർ. നന്നായിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മളെ നാട് തകരില്ല. അവർക്ക് ചെയ്തത് ഏത് നാറികളാണെങ്കിലും 8ന്റെ പണി കൊടുക്കും, നമ്മള് കൊടുത്തിരിക്കും. അല്ലാണ്ട് ജീവനോട് ഒരെണ്ണം കൊടുത്തും പോവില്ല. നാറികൾ പണ്ടാറടങ്ങിപ്പോവും. കാരണം ഒരു കുടുംബമാതിരി ഇപ്പൊ പെരുന്നാൾ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. ഓണത്തിന് ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു, ക്രിസ്മസിനും പോയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ആരും വിളിക്കുന്നില്ല. എല്ലാവർക്കും ഒരു പേടി മനസ്സിൽ കയറിയിരിക്കണ്. ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തോക്കൊക്കെ ആയിട്ട് പോയിട്ട് അവരോട് പറയണം മുസ്ലിം അല്ല നിങ്ങളൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് പറയുകയാണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവിക്കുന്നേ. പക്ഷെ നമ്മൾ ഇതും മറികടക്കും നമ്മള്. കാരണം ഒരുപാട് ഇതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കടന്നു വന്നവരാണ് നമ്മള്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം എന്തൊക്കെയാണ് ഞാനിപ്പോ പോയിന്റ് ചെയ്തത്, കുറച്ച് പോസ്റ്ററുകൾ, പിന്നെ ആ വീഡിയോ. അത് ഹരിയാനയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹരിയാനയിൽ തല്ലി തകർക്കുണ്ടോ, കത്തിക്കുന്നു. ഇത് അതിനൊക്കെ ലീഡ് ചെയ്യുന്നത് ഒരു പെണ്ണും. ഇതൊക്കെ എവിടേക്കാണ് ഈ പോണത്? ഇതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് ആര് ജയിക്കുമെന്നല്ല ഞാൻ പറയണത്. നമ്മളെ നാടിന്റെ ഒരു മനസ്സമാധാനം, ഒരു നന്മയും പുണ്യം. കാരണം ഇപ്പൊ പുറമെ ഒക്കെ ഞാൻ പോകുമ്പോ യു ഗൈസ് ആർ ഫ്രം കേരള എന്നോട് ചോദിക്കും ഇങ്ങോട്ടേക്ക്. കേരളം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബഹുമാനമുണ്ട്. എന്നാൽ ചില നാറികൾക്ക് കേരളം എന്ന് പറയുമ്പോഴല്ല, ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമുണ്ട്. അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെക്കുന്നത്. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, നമ്മൾ അതിജീവിക്കണം, ഇതിന്ന് രക്ഷപ്പെടണം. നമ്മൾ എല്ലാം നന്നാവുന്നതായിരിക്കുക. കാരണം ആ പോസ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ, ചികിത്സിക്കില്ല, പഠനമല്ല, പിന്നെ കച്ചവടം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളൊന്നുകൂടി റീതിങ്ക് ചെയ്യണം. കാരണം ഒരിക്കലും നമുക്കിടയിൽ ഇല്ലാത്ത സാധനങ്ങളാണ് ഈ പൊക്കി വരണമൊക്കെ. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. അവിടെ പ്രശ്നം ഉണ്ടാക്കണം, അവിടെ അത്ര സഹോദര്യം വേണ്ട, നമ്മൾ തകർത്ത് കളയണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒന്നേ പറയാനുള്ളൂ, എല്ലാരും ക്ഷമിക്കുക. കാരണം കുറെ നാറികള് ആ വേഷം കയറ്റി വന്ന് അവർക്ക് എങ്ങനെ എൻട്രി കിട്ടിയെന്ന് പഠിച്ച തമ്പരാനെ അറിയുള്ളൂ നമ്മളെ ഇന്ത്യയിലേക്ക്. ഇപ്പൊ അവരെ കാണുന്നില്ല, കുറെ പേരൊക്കെ കൊന്നൊക്കെ പറയുന്നുണ്ട് ന്യൂസിൽ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇതിനെതിരെ നമ്മളിതും പിടിച്ചിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് പോരാടണം. താങ്ക് യു. ഓക്കെ, ഇനി അടുത്തൊരു പറയാം. ബൈ.